കല്യാണം കഴിഞ്ഞ നാൾ നടന്നു. കാത്തിരുന്ന ഫസ്റ്റ് നൈറ്റ് വന്നപ്പോ പാലരാത്രിയിൽ കയറി വന്നിരിക്കുന്നു. ഞാൻ ഉടനെ ഇങ്ങോട്ട് പോന്നാൽ ആ മാരിയമ്മയ്ക്ക് മറ്റു സംശയം തോന്നില്ലേ? സംശയമോ? രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ച് പരസ്യമായി കല്യാണവും നടത്തി, നൂറ്റിക്കണക്കിന് ആളുകൾക്ക് പാർട്ടിയും കൊടുത്തു, എന്നിട്ടും സംശയം. ഒന്ന് പതുക്കെ പറയൂ, വല്ലവരും കേൾക്കും. ആശുപത്രിയിൽ വെച്ച് നിന്റെ നേരെ ഒന്ന് നോക്കിയാൽ മതി. അയ്യോ കാല് എന്നും പറഞ്ഞ് നീ ഓടുമായിരുന്നു. ഇനിയിപ്പോ എന്ത് പറയാൻ പോകുന്നു? ഇനി എന്ത് പറയാനിരിക്കും? എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അയ്യോ, കാലിന് വല്ലതും? ഞാൻ ഒരു ഇടി വെച്ച് കാലം ഒടിഞ്ഞു പോട്ടെ. പിന്നെ നമുക്കിതൊന്നും കൊണ്ട് പോരാ. നമ്മുടെ ശരിയായ ഹണിമൂൺ തേക്കടി, ഊട്ടി, ബാംഗ്ലൂർ, കൊടൈക്കനാൽ, ബോംബെ. അയ്യോ, എന്നെ വിടുന്ന. തേക്കടിയിൽ വെച്ചെടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇതാണ്. ഊട്ടിക്കഴിഞ്ഞു. പിന്നെ ഇന്ന് രാത്രി ഞാൻ വരാൻ അല്പം താമസിക്കും. ബിസിനസ് സംബന്ധമായി അമേരിക്കയിൽ നിന്ന് എന്റെ 2-3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു പാർട്ടി നടത്താൻ പോവുകയാണ്. വിദേശികൾക്കുള്ള പാർട്ടി ആവുമ്പോ മദ്യമൊക്കെ കാണുമായിരിക്കും. അതിനുവേണ്ടിയാണല്ലോ പാർട്ടി. രാജേട്ടൻ കുടിക്കുമോ? എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അല്പം. ഏത് പ്രത്യേക സന്ദർഭമായാലും കുടിക്കാതിരിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? എങ്കിൽ കുടിക്കണ്ട. ഉഷയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കുടിക്കുന്നില്ല. തീർച്ചയാണോ? എന്താ സംശയം? ഇന്നു മുതൽ കുടിക്കില്ല എന്ന് എന്നോട് സത്യം ചെയ്യാമോ? അപ്പോ നിനക്കെന്നോട് വിശ്വാസം പോരാ. നിന്നാണ് സത്യം. ഇനി ഞാൻ കുടിക്കുകയില്ല. മതിയോ? പിന്നെ അവിടെ പാർട്ടി ആരംഭിക്കുമ്പോ ഞാൻ സൂത്രത്തിൽ ഇങ്ങോട്ട് പോരാം. എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടി കോവളം ബീച്ചിൽ പോകാം. ഞാൻ കാത്തിരിക്കും. ഞാൻ വേഗം വരും. രാജേട്ടൻ ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് നല്ല ഉറപ്പില്ലായിരുന്നു. അതെന്താ? ഒരു പാർട്ടിക്ക് പോയാൽ തോന്നിയതുപോലെ ഇറങ്ങി പോരാൻ ഒക്കുമോ? പോരണമെന്ന് ആഗ്രഹമുള്ള ആളിന് എവിടെ നിന്ന് എപ്പോ വേണമെങ്കിലും പോരാം. എനിക്ക് എന്റെ ഭാര്യയേക്കാൾ വലിയ പാർട്ടിയും ബിസിനസ്സും ഒന്നുമില്ല. നിന്നോട് ഒന്നിച്ചു കഴിയുന്ന സുഖവും സംതൃപ്തിയും ഈ ലോകത്ത് എവിടെ പോയാലും എനിക്ക് കിട്ടുമോ ഉഷേ? രജനി നമ്മൾ ഇരിക്കുന്ന കണ്ട് തിരിച്ചു പോകുന്നു. രജനി എന്തിനാ വിളിക്കുന്നത്? പൊയ്ക്കൊള്ളട്ടെ. അതൊക്കെ ഇല്ലല്ലോ, അവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. രജനി, രജനി അവിടെ നിൽക്കോ? നീ എന്താ ഞങ്ങളെ കണ്ടോടണം തിരിച്ചു പോയി കളഞ്ഞത്? ഞാൻ എന്തിനാ നിങ്ങളുടെ രസം കൊല്ലുന്നത്? അത് കൊള്ളാം. നീ കൂടി വരുന്നത് ഞങ്ങൾക്കൊരു രസമല്ലേ? ശരി, വരട്ടെ. ഒന്ന് നിൽക്കൂ രജനി. എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്? നീ വല്ലാതെ മാറിപ്പോയല്ലോ. നിന്റെ ആ പഴയ ഉത്സാഹമൊക്കെ എവിടെ പോയി? സൗഖ്യമല്ലേ രജനി? കഴിയുന്നു. നീ എന്താ ഞങ്ങളെ നിന്റെ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാത്തത്? വിളിച്ചാ വരുമോ? വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. ശരി, ഞാൻ പോട്ടെ. രജനി നിന്റെ വീട്ടിലേക്കല്ലേ? അതെ. നമ്മുടെ കാറുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. വേണ്ടെന്നേ. എന്താ, നമുക്ക് പോയിക്കൂടെ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നേ. അതാ നല്ലത്. കാറുള്ളതല്ലേ, കുറച്ചുകൂടെ വിശ്രമിക്കും. നിക്കു രജനി, വിശ്രമിച്ചൊക്കെ മതി. തണുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരി, നിങ്ങൾ പോയിക്കൊള്ളൂ ഉഷേ, ഞാൻ നടന്നു പോയിക്കൊള്ളാം. വരൂ രജനി, ഇനി നാളെ നടക്കാം. ഉഷ അങ്ങോട്ടിരിക്കൂ. വേണ്ട, ഞാൻ കാർ ഓടിച്ചോളാം. വേണ്ട ഉഷേ, നീ അത്രയ്ക്ക് പഠിച്ചിട്ടില്ലല്ലോ. പഠിപ്പിക്കാനല്ലേ രാജേട്ടനുള്ളത്. രജനി പേടിക്കണ്ട കേട്ടോ. രജനിയെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ നേരെ നോക്കി കാർ ഓടിക്കേ. ഓടിക്കാതെ രാജേട്ടാ. രജനിക്ക് ഡ്രൈവിംഗ് അറിയാമോ? എന്താ രജനി, ഡ്രൈവിംഗ് അറിയാമോ എന്ന്? ഇല്ല. എങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം നീ നല്ലതുപോലെ ഓടിക്കാൻ പഠിക്കുക, പിന്നെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാം. ഞാൻ ഇറങ്ങട്ടെ ഉഷേ?
ഞങ്ങളെ വിളിക്കുന്നില്ലേ? ഇനി ഒരു ദിവസം ആവട്ടെ. ആ, എന്റെ ഡ്രൈവിംഗ് എങ്ങനെ? കൊള്ളാം. വരട്ടെ രജനി. ശരി, ബൈ ബൈ. ടാറ്റാ. രജനി, ഏതായിരുന്നു ആ കാറ്? മിസ്റ്റർ രാജശേഖരന്റെ കാറായിരുന്നു. അദ്ദേഹവും ഭാര്യയും ഉണ്ടായിരുന്നു. അവിടെ നിൽക്കൂ. ജയചന്ദ്രനും അവന്റെ അമ്മയും കൂടി ഇവിടെ വന്നിരുന്നു. ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവൻ നിന്റെ മുറച്ചെറുക്കനാണ്. വിവാഹാലോചനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സമ്മതിച്ചു. നിനക്കും സമ്മതമാണെന്ന് കരുതുന്നു. അല്ല, എനിക്ക് സമ്മതമല്ല. എന്താ, നിനക്കവനെ ഇഷ്ടമല്ലേ? എനിക്ക് വിവാഹമേ വേണ്ട. എന്തുകൊണ്ട്? നീ അങ്ങനെ പോയാൽ പറ്റില്ല. അവിടെ നിൽക്ക്. ഇതുവരെ നിന്റെ വഴിക്ക് ഞാൻ വിട്ടിരുന്നു. എന്നിട്ട് അവസാനം നീ എവിടെയാണ് ചെന്നെത്തിയെന്ന് ഞാൻ പറയണമോ? ആ സമയത്ത് ലേഖ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ജീവിച്ചിരിക്കുകയില്ലായിരുന്നു. ആരുടെയോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല.